പലപ്പോഴും UK പോലെയുള്ള രാജ്യങ്ങളുടെ പ്രശ്നമായി പറയുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ മെഡിക്കൽ ഫീൽഡ് ഭയങ്കരമായിട്ട് പുറകോട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം മേഖലകളിൽ ഈ നഴ്സുമാരുടെ ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ടോ? എന്താണ് സത്യത്തിലുള്ള അവസ്ഥ? ആക്ച്വലി ഇതേ പ്രശ്നം ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഞാനൊരു വെക്കേഷന് നാട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്നത് ഫുൾ ബോഡി ചെക്കപ്പാണ്. പിന്നെ പല്ലിൻ്റെ സെറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ നാട്ടിൽ നിന്ന് തീർക്കുന്നതിൻ്റെ റീസൺ അവൈലബിലിറ്റി ഇവിടെ കൂടുതലാണ്. എനിക്ക് UK ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു വെയിറ്റ്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാൻ മാത്രമുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. നമ്മൾ ഗവൺമെൻറ് സെക്ടറിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷേ എന്ന് കരുതി അവിടെ നഴ്സസിൻ്റെ അവൈലബിലിറ്റി കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ചേഞ്ച് ആവേണ്ടത് സിസ്റ്റമാണ്.